ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഇന്ന് ഇറാൻ്റെ പക്കൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക ഏതാണ്ട് ഫോർദോ, നറ്റാൻസ്, ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞ 3 ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അറ്റാക്ക് ചെയ്തത് ഇറാൻ്റെ ഉള്ളിൽ. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിൽ ഫോർദോയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ചു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചത്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുതുതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് NBC ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. NBC പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഉള്ളിലും ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിലും ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയ്ക്ക് വളരെ പ്രാധാന്യം വരുന്നത് ഇതിന്റെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കാണ്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിന്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ ഈ അറ്റാക്കിൽ അമേരിക്ക ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ എല്ലാം തന്നെ ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്നാണ് ഇമ്മീഡിയറ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഒരു വെരിഫിക്കേഷൻ, ഫർദർ വെരിഫിക്കേഷൻ പോലും ഇല്ലാണ്ടാണ് ട്രംപ് നെക്സ്റ്റ് ഡേ തന്നെ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അത് വേറെ കാര്യം. എന്ത് കൺഫർമേഷനാണ്, പ്രയർ കൺഫർമേഷൻ, എന്ത് കൺഫർമേഷൻ ട്രംപിന് കിട്ടിയിട്ടാണ് ട്രംപ് ഈ ഒരു 3 സ്ഥലങ്ങളും ഒബ്ലിറ്ററേറ്റഡ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പ്രസ്താവനകൾ പുറത്തു വരുന്നത് ഒരേ ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ, അതായത് ഒരേ ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് കേന്ദ്രമായിട്ടുള്ള ഫോർദോ മാത്രമാണ് ഡീപ്ലി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ബാക്കിയുള്ള 2 സ്ഥലങ്ങളും അതേപോലെ ടബ്രീസിലുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അതൊന്നും ആ രീതിയിൽ അത്രയ്ക്ക് പറയത്തക്ക രീതിയിലുള്ള ഡിസ്ട്രക്ഷൻസ് സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇതേപോലെ അമേരിക്ക വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തിരുന്ന സമയത്ത് ഒരു ചോദ്യം പുള്ളിയെടുത്ത് ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇറാനുമായിട്ടുള്ള വിഷയം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം അമേരിക്കയുടെ പക്കൽ നിന്നും ടോട്ടലി ഒബ്ലിറ്ററേറ്റഡ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നെതന്യാഹു പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് ഇറ്റ്സ് നോട്ട് ഓവർ എന്നുള്ളൊരു കമന്റ് പറഞ്ഞതായിട്ടാണ് NBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇറാനുമായിട്ടുള്ള ആ ഒരു ക്ലാഷ് തീർന്നിട്ടില്ല, അത് തുടരേണ്ടി വരും എന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചത്. പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രംപ് പെർമിഷൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ നിർത്തിയത്. കാരണം കണ്ടിന്യൂഡ് ഓപ്പറേഷനിലൂടെ, തുടർച്ചയായ ഓപ്പറേഷനിലൂടെ മാത്രമാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ള ആ ഒരു ബങ്കർ ബസ്റ്റർ വെച്ചിട്ട്, അതിൻ്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് കീപ്പ് ഓൺ അറ്റാക്കിങ്, തുടർന്ന് അതേ സെയിം പ്ലേസിൽ അറ്റാക്ക് നടത്തിക്കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ ആ ഒരു ടാർഗറ്റിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിന് ട്രംപ് അനുവദിച്ചിട്ടില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇസ്രായേൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ വീണ്ടും ഈ ഒരു ടോപ്പിക് ഓൺ ചെയ്യാണ്, പർപ്പസ്ഫുള്ളി തന്നെ ഓൺ ചെയ്യുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇറാൻ ടാർഗറ്റ്, ഇറാന്റെ വിഷയം വീണ്ടും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന് കാരണം വേറെ ആരുമല്ല, ഇറാൻ തന്നെയാണ്. കാരണം ഇറാൻ ഇങ്ങനെ എണ്ണ ടാങ്കറുകളൊക്കെ കടത്തിക്കൊണ്ടു പോവുക, ഇങ്ങനെ ഷിപ്പുകളൊക്കെ കടത്തിക്കൊണ്ടു പോകാന്ന് പറഞ്ഞിരുന്നത് കൊള്ള സങ്കേതമാണോ? ഇവർ രാജ്യം ഭരിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ കൊള്ള സങ്കേതം നടത്തുന്ന ആൾക്കാരാണോ എന്നുള്ള ഒരു ഡൗട്ടാണ് മൊത്തത്തിൽ പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. ഇപ്പൊ യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനെ കംപ്ലീറ്റ്ലി ബാക്കപ്പ് ചെയ്യുന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗിൽ ഇറാനെയും റഷ്യയും ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾ സൈഡ് ലൈൻ ചെയ്യാണ് എക്കണോമിക്കലി, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഡിസിഷൻ മേക്കിംഗ് ഏരിയയിൽ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ. ഇങ്ങനെയും വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പം അതായത് റഷ്യയും ഇറാനെയും സൈഡ് ലൈൻ ചെയ്യുക എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ പുതിയ ഡിപ്ലോമാറ്റിക് നിലപാട്. പിന്നെ ഈ അറബ് രാജ്യങ്ങൾ കൂട്ടം കൂടി അവർ പലതും തീരുമാനിക്കും, പക്ഷേ പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർ പല പ്രോജക്റ്റുകളും അവർ നടപ്പിലാക്കും. അത് റഷ്യ എങ്കിൽ റഷ്യ, ഇറാൻ എങ്കിൽ ഇറാൻ, ആ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ UAE നിങ്ങളെടുത്തോ, ഫോർ എക്സാമ്പിൾ UAEക്ക് നല്ല രീതിയിലുള്ള എണ്ണ കച്ചവടം ഇറാനുമായിട്ടുണ്ട്. ഇറാന്റെ പക്കൽ നിന്ന് ഒരുപാട് ഓയിൽ UAE വാങ്ങിക്കുന്നു എന്നുള്ളതും ഈ അടുത്ത കാലത്ത് അതിനു വേണ്ടിയിട്ട് സാങ്ഷൻസ് വരെ അമേരിക്ക എസ്കലേറ്റ് ചെയ്തതാണ്. അതായത് ഹോങ്കോങ്ങിനെതിരെയും UAEക്കെതിരെയും തുർക്കിക്കെതിരെയും ഇവരൊക്കെ തീർച്ചയായിട്ടും ഈ കച്ചവടം നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇറാനുമായിട്ട്. ഇനിയിപ്പോൾ സൗദി അറേബ്യ നിങ്ങൾ നോക്കൂ. സൗദി അറേബ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം റഷ്യയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനത്തെ ചില ഡീലിങ്സ് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിലവിൽ ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ നിലവാരം അനുസരിച്ച് ഓരോ രാജ്യങ്ങളുടെയും താല്പര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓരോ രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ ഈ മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ഓരോ രാജ്യങ്ങളും എടുക്കുന്ന നിലപാട് മാറ്റങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ പറയുന്നത് എന്നേക്കുമായിട്ട് അമേരിക്കയും എന്നേക്കുമായിട്ട് അറബ് രാജ്യങ്ങളും ഇറാനും റഷ്യയും ഇതുപോലെ തന്നെ തുടരും എന്നൊന്നും വിചാരിക്കരുത്. നിലവിലുള്ള സാഹചര്യം ഇങ്ങനെയാണ്. ഇറാന്റെ മിലിറ്ററി ചീഫ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുമായിട്ടൊരു പുതിയ കോൺഫ്ലിക്റ്റ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം വേറൊന്നുമില്ല, ഈ ഫോർദോയിലുള്ള ഇപ്പോൾ ഒരു പുതിയ അലിഗേഷൻ വരുന്നുണ്ടല്ലോ. ഫോർദോ എന്ന് പറഞ്ഞ ഒരേ ഒരു സ്ഥലം മാത്രമാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം സർവൈവൽ കപ്പാസിറ്റി ഉള്ള രീതിയിലാണ് ആക്രമണം നേരിട്ടിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടെടുക്കും പെട്ടെന്ന് തന്നെ ഇറാൻ എന്നുള്ളൊരു
സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ പിന്തുടർന്നാണ് അവർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നത്. ഇറാൻ പേടിക്കുന്നുണ്ട്. വീണ്ടും ഇസ്രായേലുമായിട്ടൊരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ട് എന്നാണ് ഇറാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇറാഖി മിലീഷ്യാസ്, അത് ഇറാന്റെ മിലീഷ്യാസ് തന്നെയാണ്, ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഇറാഖി മിലീഷ്യാസ് ഇറാഖിലുള്ള എണ്ണപ്പാടം രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അത് മിനിഞ്ഞാന്ന് US അണ്ടറിൽ പ്രവർത്തിക്കുന്ന എണ്ണപ്പാടങ്ങളാണ് ആക്രമിച്ചതെങ്കിൽ ഇന്ന് അവർ നോർവീജിയൻ കമ്പനി കൺട്രോൾ ചെയ്യുന്ന എണ്ണപ്പാടത്തിന്റെ മേളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് നോർവേ എവിടെ കിടക്കുന്ന നിങ്ങൾ ആലോചിച്ചോണം. ഈ നോർവേ എവിടെയൊക്കെയാണ് എണ്ണപ്പാടങ്ങളിൽ നിന്ന് എണ്ണ എടുക്കുന്നുള്ളത് ആക്രമണങ്ങൾ നടക്കുമ്പോഴാണ് പുറത്തറിയുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. തീവ്രവാദികൾ, മിലീഷ്യാസ്, ഇറാഖ്, സിറിയ, ഇറാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ കമ്പനികൾ എവിടെയൊക്കെ ഇവർ നുഴഞ്ഞു കയറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് 1,20,000 മുതൽ 1,50,000 ബാരൽ പെർ ഡേ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ആ ഒരു കപ്പാസിറ്റിയിലുള്ള എണ്ണപ്പാടമാണ് ആക്രമിച്ചത്. ഇതുകൊണ്ട് നോർവീജിയൻ കമ്പനിക്ക് ഉണ്ടാകുന്ന നഷ്ടം ചില്ലറയല്ല. കുർദിസ്ഥാൻ മേഖലയിലാണ് ഈ ഒരു എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. കുർദിസ്ഥാൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇറാൻ മിലീഷ്യയെ വെച്ച് അറ്റാക്ക് ചെയ്താലും തുർക്കിക്കും കൂടി വേണ്ടാത്ത ആൾക്കാരാണ് ഈ കുർദിഷ് ടീമുകൾ. എന്നാൽ പക്ഷേ അമേരിക്കയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ നാറ്റോ മെമ്പറായിട്ടുള്ള നോർവേ എന്ന് പറഞ്ഞ രാജ്യം അവിടെ എണ്ണപ്പാടം സ്വന്തമാക്കിയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കണക്ഷൻ. അമേരിക്കയുടെ സെനറ്റിനുള്ളിൽ ഡെമോക്രാറ്റിക് ലോ മേക്കേഴ്സ്, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട MLAs, അതെങ്കിൽ MP എന്ന് വിളിക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, മെമ്പർ ഓഫ് പാർലമെന്റ്. അതുപോലെ തന്നെയാണ് ഈ ലോ മേക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലോ മേക്കേഴ്സ് കണക്ക് ചോദിച്ചിരിക്കുകയാണ്. മിസ്റ്റർ ട്രംപ്, നിങ്ങൾ എത്ര രൂപ ചെലവാക്കിക്കൊണ്ടാണ് B-2 ബോംബർ എടുത്തുകൊണ്ട് ഇറാന്റെ ഉള്ളിൽ ആക്രമണം നടത്താൻ പോയില്ലേ? അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിക്കണം, അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ട്രംപ് അതിൻ്റെ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കയിലെ FBI 3 ഇറാനിയൻ പൗരന്മാരെ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. ഈ 3 ഇറാനിയൻ പൗരന്മാരും ചില്ലറക്കാരല്ല, ഇറാനിലെ നിർണായകമായിട്ടുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിപ്ലോമാറ്റിക് റാങ്കിലുള്ള ഈ 3 പേരെ FBI വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ, ബോ ലാവിൻസൺ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പൗരനെ ഇവർ കിഡ്നാപ്പ് ചെയ്ത്, അതായത് കടത്തിക്കൊണ്ടുവന്ന് വെറുതെ കുറ്റം ആരോപിച്ച് അത് തെളിയിക്കപ്പെടാതെ പുള്ളിയെ ഡീറ്റെയിൻ ചെയ്ത് അവസാനം വധിച്ചിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ഈ 3 പേരെയും ചോദ്യം ചെയ്യണം എന്നുള്ള നിലയിൽ FBI ഈ 3 ആൾക്കാരെയും വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നത്. അതിൽ ഒരാൾ റേസ അമീരി മോദാം, ഒരു വ്യക്തി. ഈ വ്യക്തി നിലവിലെ പാകിസ്ഥാനിലെ ഇറാനിയൻ അംബാസഡറാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ടാഗി ഡനേശ്വർ. ഈ ടാഗി ഡനേശ്വർ എന്ന് പറയുന്നത് ഇറാനിലെ ഇപ്പം നിലവിലെ ഇന്റലിജൻസ് കൗണ്ടർ ടെററിസം യൂണിറ്റിൽ ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ടാഗി എന്ന് പറയുന്നത്. ഇന്റലിജൻസ് കൗണ്ടർ ടെററിസം യൂണിറ്റിൽ ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ടാഗി എന്ന് പറയുന്നത്. അതുപോലെ ഗുലാം ഹുസൈൻ മഹ്മദാനിയ, ഈ വ്യക്തി ഇതിനു മുമ്പ് ഇറാനിയൻ അംബാസഡർ ആയിരുന്നു അൽബേനിയയിൽ. അപ്പോൾ ഈ 3 പേരും തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, നിർണായകമായിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഇവർ ഫോറിൻ അംബാസഡേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ വിവിധ രാജ്യങ്ങളിൽ പണിയെടുത്തുള്ള എക്സ്പീരിയൻസും ഇവരുടെ കമ്മ്യൂണിക്കേഷൻസും കോൺടാക്റ്റ് എല്ലാം തന്നെ ഇൻ്റർനാഷണൽ തരത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവർ പുറം രാജ്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ഇൻ്റലിജൻസിന് FBIക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഈ ഫയൽ ഓൾറെഡി തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ ബൈഡൻ ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് ഇതിന് വേണ്ട നടപടികൾ എടുത്തില്ല. ഇപ്പം നിലവിൽ ആഷ് പട്ടേൽ ചുമതലയേറ്റ് FBI ഡയറക്ടറായിട്ട് പോയ സമയത്താണ് ഈ ഫയൽ പൊടിതട്ടി എടുക്കുന്നതും ഇപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നതും. അപ്പോൾ എന്നാൽ ഈ 3 ആൾക്കാരെയും ഏത് രാജ്യങ്ങളിൽ ഇവർ പോയാലും, ഇവരെ അമേരിക്കയ്ക്ക് ഹോൾഡുള്ള ഏത് രാജ്യങ്ങളിൽ ഈ 3 പേര് സന്ദർശിച്ചാലും ഇവർ അമേരിക്കയിലോട്ട് എക്സ്ട്രാഡിഷൻ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഫ്ഗാനിലെ ലേഡീസ് ക്രൈസിസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരുപാട് ലേഡീസ്, അതായത് ഈ അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ലേഡീസ് ഇറാന്റെ ഉള്ളിൽ വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ ഇറാന്റെ ഉള്ളിൽ മാത്രമല്ല, ഇന്ത്യക്കുള്ളിൽ ഉണ്ടായിരുന്നു. പഠിക്കാൻ വന്ന ആൾക്കാർ, ജോലിക്ക് വന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോഴും അഫ്ഗാനികൾ ഇന്ത്യക്കുള്ളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അഫ്ഗാനിൽ നിന്നും അമേരിക്കയുടെ പിൻവാങ്ങൽ വളരെ ക്വിക്കായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ എല്ലാ കാര്യങ്ങളും നിർത്തിയിട്ട് അവസാനിപ്പിച്ചിട്ട് ആയുധങ്ങൾ വരെ അവിടെ ഇട്ടെറിഞ്ഞിട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന ആൾക്കാർ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലോട്ട് പോയില്ല. കാരണം ഈ താലിബാനികളെ പേടിച്ചിട്ട്. ആ സാഹചര്യത്തിലൊക്കെ ഇറാന്റെ ഉള്ളിലൊക്കെ തുടർച്ചയായിട്ട് താമസിച്ചുകൊണ്ട് വരുന്ന
ലേഡീസൊക്കെ ഉണ്ട്. അവരെ എല്ലാവരെയുമാണ് ഇപ്പോൾ മൊത്തത്തിൽ പിടിച്ച് ഇറാൻ ഡീപ്പോർട്ട് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ കൊണ്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നോമാൻസ് ലാൻഡിലാണ് ഇപ്പോൾ ഈ ആൾക്കാരെ മൊത്തം പാർപ്പിച്ചിരിക്കുന്നത്. ഇവർക്കിപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലോട്ട് പോകാൻ വരെ പേടിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ സ്ത്രീകൾ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ഇറാൻ അമേരിക്കയുടെ GPS എല്ലാ കണക്ഷൻസും നിർത്തിവെച്ചിട്ട്, മീൻസ് ക്യാൻസൽ ആക്കിയിട്ട്, ആ കോൺട്രാക്ട് തന്നെ റദ്ദാക്കിയിട്ട് ഇവർ ബൈഡു എന്ന് പറഞ്ഞ ചൈനയുടെ ആപ്പുമായിട്ടാണ് കംപ്ലീറ്റ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർ ലിങ്ക് വരെ ഇവിടെ ഇല്ലീഗലായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള അലിഗേഷൻസ് കൂടി അവർ വെക്കുന്നുണ്ട് ഇറാൻ. ഇപ്പൊ സംഭവിച്ചത് ഇറാന്റെ ഉള്ളിൽ ലൊക്കേഷൻ കെയോസ്, അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ടാക്സി ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ അവിടുത്തെ അതേപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാർക്ക് വരെ ഇപ്പോൾ ലൊക്കേഷൻ മാപ്പ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിത്തീർന്നിരിക്കുകയാണ്. കാരണം ഈ ഒരു ബൈഡുവിൽ വരുന്ന ഈ ഒരു ലൊക്കേഷൻ വളരെ കെയോസ് ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള വാർത്തകൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ടാക്സി ഡ്രൈവേഴ്സൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്നും സിറിയയിലേക്ക് ചാടിപ്പോയ കുറെ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും ആ ഡ്രൂസ് ഏരിയയിൽ സ്ട്രക്ഡ് ആണ്. സിറിയയ്ക്കുള്ളിൽ ആ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഏരിയയിൽ, ആ അൽസുവൈദയിൽ സ്ട്രക്ക് ആണെന്നാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. അതായത് കുറച്ച് ആൾക്കാരെ കാണാനില്ല, അത് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് തന്നെ വാർത്തയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പോയിട്ടുണ്ട്, അതിനെ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. HTSലെ ആൾക്കാർ അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആഡ് ചെയ്യാത്തതാണ്, കാരണം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ മിസ്സിംഗ് എന്നാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയിലെ HTS ഭരണകൂടമായിട്ടുള്ള അൽഷാര ഭരണകൂടമായിട്ട് ഇസ്രായേൽ നെഗോസിയേഷൻ ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. IDFന്റെ ആക്രമണം മാസീവായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് ആണ് ഇസ്രായേലിന്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് എന്ന് അഹമ്മദ് അൽഷാര ഇന്ന് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഇസ്രായേൽ നിർണായകമായിട്ടുള്ള 2-3 അണ്ടർഗ്രൗണ്ട് ടണലുകൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് സിറിയയ്ക്കുള്ളിലാണ്. അതായത് ഈ ഗോലാൻ ഹിറ്റ്സ് ഭാഗത്ത് നിന്ന് തന്നെ ഈ ബെദൂവി എന്ന് പറഞ്ഞ ഈ ഒരു ഗോത്രത്തിൽപ്പെട്ട ഈ ഒരു തീവ്ര നിലപാടുള്ള ഈ സുന്നി സെക്റ്റിൽപ്പെട്ട ഈ ആൾക്കാർ ടണൽ നിർമ്മിച്ച് ടണലിന്റെ ഉള്ളിൽ ആയുധ ശേഖരങ്ങൾ നടത്തി വെച്ചിരുന്നതായിട്ടും ആയുധങ്ങൾ പതുക്കി വെച്ചിരുന്നതായിട്ടൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇസ്രായേൽ സ്ട്രൈക്ക് ചെയ്തത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ടണൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണെന്ന് തോന്നുന്നു. കാരണം ആ മേഖലയിൽപ്പെട്ട എല്ലാ ആൾക്കാരും ടണൽ എക്സ്പേർട്സ് ആണ്. കാരണം ഈ ഗാസയിൽ ടണൽ, ഇറാഖിനുള്ളിൽ ടണൽ, ഇറാന്റെ ഉള്ളിൽ ടണൽ, ഹെസ്ബുള്ള ലെബനാന്റെ ഉള്ളിൽ ടണൽ, ഫുൾ ആൻഡ് ഫുൾ ടണലാണ്. ടണലുകളിലാണ് ഇവരുടെ ജീവിതം തന്നെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും എവിടെ ടണൽ കണ്ടാലും ഇസ്രായേൽ അടിച്ച് തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ അതുപോലെ ഈ ബെദോവിയൻ ഗോത്രത്തിന്റെ ഉള്ളിൽ, ഈ ബെദോവിയൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും ഇതേപോലെ ടണൽ നിർമ്മിക്കുന്നത് എന്തിനാണ് വേണ്ടിയിട്ട്? എന്താണ് ഒളിപ്പിക്കാനുള്ളത്? തീർച്ചയായിട്ടും ആയുധങ്ങൾ തന്നെ. ആ ആയുധങ്ങൾ ആർക്കെതിരെ ഉപയോഗിക്കാൻ? തീർച്ചയായിട്ടും ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ഉപയോഗിക്കാനാണ്. കാരണം ഇപ്പോൾ ഈ ബെദോവിയൻ എന്ന് പറഞ്ഞ ഈ ഒരു സെക്റ്റിനെതിരെ ആക്രമണം നടന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഓൾറെഡി പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. എന്താണ്? സിറിയയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റികൾ താമസിക്കുന്ന ഇത്രയും ഏരിയ ഇസ്രായേലിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ സിറിയയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം സിറിയ പാർഷ്യലി അത് ഓക്കെ പറഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പം അതിന് സമ്മതമില്ലാതെ ഈ സിറിയൻ ഗവൺമെന്റ് HTSന്റെ ഇരട്ടത്തപ്പാവാം, അല്ലെങ്കിൽ HTSന്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ തീവ്ര നിലപാടുള്ള ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളാവാം. അവരെ ഈ ബെദൂവിയൻ ഗോത്രത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്ത് അത് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓപ്പണായിട്ട് ഇസ്രായേലിനെ എതിർത്ത് പറയാനൊന്നും പറ്റത്തില്ല. അതായത് ഈ ഒരു സ്ഥലം ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പകരം മറ്റ് മാർഗങ്ങളിലൂടെ ഒരു കലാപമുണ്ടാക്കി അതൊരു ചർച്ചാ വിഷയമാക്കി ഇസ്രായേലിന് ഈ ഒരു സ്ഥലം എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിന് വഴിയൊരുക്കിയതായിട്ടാണ് ഇപ്പോൾ പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.